നമസ്കാരം. തിരുവനന്തപുരം മേയർ വിവാദത്തിൽ അതൃപ്തി എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണമായി ആർ ശ്രീലേഖ. മേയർ പദവി കിട്ടാത്തതിൽ പ്രതിഷേധമില്ല. നേതൃത്വം എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്ന് പറഞ്ഞതാണ്. മരുന്ന് കഴിക്കുവാനുള്ളതുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ദിവസം നേരത്തെ മടങ്ങിയത്. കൗൺസിലറായി 5 വർഷവും വാർഡിലുണ്ടാകുമെന്നും ശ്രീലേഖ പ്രതികരിച്ചു. വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയുവാൻ ആവശ്യപ്പെട്ട വിവാദത്തിലും വിശദീകരണം നൽകുകയായിരുന്നു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ താഴത്തെ നില മുഴുവൻ MLA കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കൗൺസിലർക്ക് ഓഫീസ് ഉണ്ടെന്നാണ് കോർപ്പറേഷന്റെ വാദം. ഈ ഓഫീസ് എവിടെയെന്ന് അധികൃതർ കാണിച്ചു തരട്ടെ. തന്റെ ഓഫീസ് പ്രവർത്തിക്കുവാൻ സ്ഥലമില്ല. തന്റെ വാർഡിലുള്ള കെട്ടിടമായതുകൊണ്ടാണ് പ്രശാന്തിനോട് ഒഴിവാൻ ആവശ്യപ്പെട്ടതെന്നും ശ്രീലേഖ പ്രതികരിച്ചു. ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന് വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്തിനോട് കൗൺസിലർ ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസമാണ് ആവശ്യപ്പെട്ടത്. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത മാർച്ച് വരെ ഇതിന്റെ കാലാവധി ബാക്കിയുണ്ട്. കെട്ടിടം ഒഴിപ്പിക്കുവാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. വിവാദത്തിൽ ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. MLA ഓഫീസ് ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണെന്നും ഒഴിവാൻ പറയാൻ എന്ത് അധികാരമാണ് ശ്രീലേഖയ്ക്കുള്ളതെന്നും വി ശിവൻകുട്ടി തുറന്നടിച്ചു. അവർക്കത് പറയുവാൻ ഒരു അവകാശവുമില്ല. അധികാരമേറ്റ് 3 ദിവസമായപ്പോൾ ഗുജറാത്ത് UP മോഡൽ നടപ്പിലാക്കുവാനാണ് ശ്രമം. ധിക്കാരം അഹങ്കാരം അനുവദിക്കില്ല. DGP വിചാരിച്ചാൽ പോലും ഒഴിപ്പിക്കാൻ കഴിയില്ല. പിന്നെയാണോ കൗൺസിലർ? അവർക്കുള്ള അസൗകര്യം വി കെ പ്രശാന്തിനോട് പറയേണ്ട കാര്യമില്ല. സഹോദരനോട് പോലെ പറഞ്ഞു എന്നത് തനിക്കറിയില്ല. പ്രശാന്ത് മേയർ ആയപ്പോഴാണ് കൗൺസിലർമാർ ഇത്തരത്തിൽ കോർപ്പറേഷന്റെ കെട്ടിടങ്ങളിൽ ഓഫീസ് തുടങ്ങുവാനുള്ള സൗകര്യമൊരുക്കിയത്. ശ്രീലേഖ പരസ്യമായി മാപ്പ് പറയണം. മേയർ ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ശാസ്തമംഗലത്തെ വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയുടെ ആവശ്യമാണ് രാഷ്ട്രീയ വിവാദമായി മാറിയത്. ഓഫീസ് ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ ആവശ്യം MLA വി കെ പ്രശാന്ത് തള്ളുകയായിരുന്നു. MLA വി കെ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം രാവിലെ ഫോണിൽ വിളിച്ചാണ് ആർ ശ്രീലേഖ കെട്ടിടത്തിലുള്ള വാർഡ് കൗൺസിലറുടെ ഓഫീസിൽ സൗകര്യമില്ലെന്നും അതുകൊണ്ട് ഇതേ സ്ഥലത്തുള്ള MLA ഓഫീസ് ഒഴിയണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൗൺസിൽ തനിക്ക് അനുവദിച്ച സമയപരിധി മാർച്ച് 31 വരെയാണെന്നും അതുവരെ ഒഴിയില്ലെന്നുമാണ് പ്രശാന്ത് ഇതിന് മറുപടി നൽകിയത്. തദ്ദേശ മന്ത്രി MB രാജേഷും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കക്ഷി ചേർന്നതോടെ ഓഫീസ് ഒഴിപ്പിക്കൽ വിവാദം കൊഴുത്തു. ഇന്ന് ഓഫീസിലെത്തിയപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ ശ്രീലേഖ വി കെ പ്രശാന്തിന്റെ തോളിൽ കൈവച്ച് സുഹൃത്തുക്കളാണെന്നും വിവാദമാക്കേണ്ടതില്ലെന്നും പറഞ്ഞുവെങ്കിലും വിട്ടുകൊടുക്കുവാൻ ഇരു കൂട്ടരും തയ്യാറല്ല. കാലാവധി കഴിയുന്നതുവരെ മാറില്ലെന്ന നിലപാടിലാണ് പ്രശാന്ത്. അതുവരെ താനും ഇവിടെ തന്നെ കാണുമെന്നാണ് ശ്രീലേഖയുടെ നിലപാട്. അതേസമയം വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും സൗഹൃദത്തിന്റെ പേരിലാണ് ശ്രീലേഖ അക്കാര്യം ആവശ്യപ്പെട്ടതെന്നുമാണ് മേയർ BV രാജേഷിന്റെ പ്രതികരണം.